നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സെന്ന മഹാവിസ്മയത്തെ കീഴടക്കാനും അതിനെ റീപ്രോഗ്രാം ചെയ്യാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത്. ആ വീഡിയോകൾ കണ്ട ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. നമ്മൾ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പോസിറ്റീവ് അഫർമേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, വിഷ്വലൈസേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്നതും. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നാം തീവ്രമായി ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരും. അത് വന്നു ചേരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ യൂണിവേഴ്സൽ മൊത്തത്തിൽ നമ്മളോട് കൂടെ നിൽക്കും എന്നതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറകളോ എവിഡൻസോ ഒന്നും ഇല്ല എങ്കിൽ പോലും ലക്ഷക്കണക്കിന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അതിന് തെളിവ് നിരത്താറുണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അതിൻ്റെ തെളിവുകളും അവർക്ക് ജോലിയിലും അവരുടെ സാമ്പത്തിക സ്ഥിതിയിലും ജീവിതത്തിൽ അവർ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലും ഒക്കെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തതായിട്ടുള്ള ഒരുപാട് തെളിവുകൾ അവർ നിരത്താറുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് വർക്ക് ആവും എന്നതിന് തെളിവായിട്ട് നിരത്താനുള്ളത്. അതായത് നാം ഒരു ലക്ഷ്യത്തെ മുന്നിൽ കാണുകയും അതിനെ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്താൽ ആ ലക്ഷ്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിന് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, ഇതിൽ അനുഭവം പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന 3 യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, ലൈക്ക് അട്രാക്ട് ലൈക്ക്. ഒരുപോലെയുള്ള കാര്യങ്ങൾ പരസ്പരം അട്രാക്ട് ചെയ്യുമെന്ന്. അതായത് നാം നെഗറ്റീവ് ആണ് നമ്മുടെ ചിന്ത കൂടുതൽ എങ്കിൽ നാം നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മളിൽ കൂടുതൽ എങ്കിൽ അത് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നിരത്തുന്ന ഒരു തെളിവ്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ ഏത് തരത്തിലാണോ നമ്മുടെ ചിന്ത കൂടുതലുള്ളത് ആ തരത്തിലേക്ക്, അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് ആണ് എങ്കിൽ പോസിറ്റീവിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. അല്ല എങ്കിൽ നമ്മളിലേക്ക് അത്തരം കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടും എന്നതിന് തെളിവായിട്ടാണ് ആ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നത് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമതായി, നാച്ചുർ അബോസ് എ വാക്വം. ഒരു ശൂന്യമായ അവസ്ഥ ഒരിക്കലും പ്രകൃതി ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമല്ലാത്ത ഒരവസ്ഥ ഭൂമിയിൽ സാധ്യമല്ല. ആ സ്ഥലത്തേക്ക് എന്തെങ്കിലുമൊക്കെ നിറക്കും എന്നതാണ് മറ്റൊരു തെളിവായി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് ചിന്തകളൊന്നുമില്ലാത്ത ഒരവസ്ഥ സംജാതമാക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും പോസിറ്റീവാകുകയും അങ്ങനെ പോസിറ്റീവായ നമ്മുടെ മനസ്സ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് അവർ രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായി, The present is always perfect. വർത്തമാനകാലമാണ് എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ളത് എന്ന്. നമ്മുടെ അൺഹാപ്പി ആയാലും അൺഹെൽത്തി ആണെങ്കിലും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ സമാധാനത്തെയും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ പ്രസന്റ് ടെൻസിൽ നാം വരുത്തുന്ന മാറ്റങ്ങളെ കൊണ്ടാണ്. ഈ വർത്തമാന കാലത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് വരാനിരിക്കുന്നത് എന്ന ഒരു പ്രിൻസിപ്പിളുമാണ് ഈ ലോ ഓഫ് അട്രാക്ഷന് ബേസ് ആയിട്ട് അത്തരം ആളുകൾ, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായി നമുക്ക് ഇന്റർനെറ്റിലുമൊക്കെ തിരഞ്ഞാൽ കാണാൻ കഴിയും. ഇന്ത്യയിലെ ഒരു വലിയ IAS ഉദ്യോഗസ്ഥൻ പോലും ഈ ലോ ഓഫ് അട്രാക്ഷൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വലിയ ബിസിനസ്മാൻമാർ, അങ്ങനെ കുറേ ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെലുത്തിയ സ്വാധീനവും അതുമൂലം തങ്ങൾ നേടിയെടുത്ത ഉദ്യോഗവും വിദ്യാഭ്യാസ പദവിയും ആരോഗ്യവും ബോഡി ഫിറ്റ്നസും എല്ലാറ്റിനെയും കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ തിരഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് പാടെ തള്ളിക്കളയേണ്ട ഒന്നല്ല എങ്കിൽ പോലും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ടൂളുകളെല്ലാം സത്യത്തിൽ വർക്കൗട്ട് ആകുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ മറ്റു സൈക്കോളജിക്കൽ
ടൂളുകളായി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നുമാണ്. പലരും നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ മാത്രം ആ കാര്യം നമ്മളിലേക്ക് എത്തും എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്ത് ഇത് നമ്മളെ ഒരു പോസിറ്റീവായി നിലനിർത്താനും മോട്ടീവായി നിലനിർത്താനുമുള്ള ഒരു ടൂളാണ് എന്നും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ കൂടി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസ് എന്ന് പറയുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ ടൂളായി ഉപയോഗിക്കാറ്. ഒന്ന്, ജേണൽ എഴുതുക എന്നതാണ്. നമ്മുടെ സ്വപ്നത്തെ, നമ്മുടെ ആഗ്രഹത്തെ, ആ ആഗ്രഹത്തെ പ്രസന്റ് ടെൻസിലേക്ക് ആക്കിക്കൊണ്ട് നമ്മളൊരു ജേണൽ എഴുതുകയും ദിനേന അതുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിതമായ ഒരു എണ്ണം നാം അത് ഒരു നോട്ട് ബുക്കിൽ, ഒരു പേപ്പറിൽ എഴുതുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ ടൂള്. രണ്ടാമത്തെ ടൂള് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നാം ആഗ്രഹിക്കുന്ന ആ സംഭവം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ആ ലഭിച്ചതിൽ ഞാൻ ഈ പ്രകൃതിയോട് നന്ദി പറയുന്നു എന്നുമുള്ള അർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡുകൾ എഴുതുകയും പറയുകയും ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്നത് നമ്മുടെ മനസ്സ് പോസിറ്റീവായി നിൽക്കുകയും അതിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാൻ, അത് ഞാൻ കരഗതമാക്കി കഴിഞ്ഞു, എൻ്റെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു എന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെടുത്തിയെടുക്കാനും അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനവും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതലാണ് രണ്ടാമതായി അതിലുള്ളത്. മൂന്നാമതായി വിഷ്വലൈസേഷൻ ആണ് പ്രധാനപ്പെട്ടത്. അതും നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. അത് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അത് പറയുന്ന നിയമം അത് സംഭവിച്ചതായി നമ്മുടെ 5 സെൻസറി സിസ്റ്റം, നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ രുചി അറിയുന്ന നമ്മുടെ നാക്ക്, അറിയുന്ന നമ്മുടെ ത്വക്ക്, ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ പൂർണ്ണമായി നാം ഒരു കാര്യത്തെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സെൻസർ ചെയ്യുന്ന, സ്വീകരിക്കുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ഈ 5 സെൻസറി സിസ്റ്റങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണത്തിന് നമ്മളൊരു കാറ് വാങ്ങിക്കലാണ് നമ്മുടെ സ്വപ്നം എങ്കിൽ ആ കാറിനെ നമ്മൾ തൊട്ട് ഫീൽ ചെയ്യുകയും അതിൻ്റെ സ്മെല്ല്, നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നതും നമ്മളത് ആസ്വദിക്കുന്നതും അത് ഡ്രൈവ് ചെയ്യുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. അതോടൊപ്പം അത് കിട്ടിയാൽ ഉണ്ടാകുന്ന, നമ്മുടെ മനസ്സിൽ അത് കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെ, ഹാപ്പിനെസ്സിനെ നാം യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം ഇത് വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഈ 2-3 ടെക്നിക്കുകൾ, ധാരാളം ലോ ഓഫ് അട്രാക്ഷന്റെ ടൂളുകൾ, ടെക്നിക്കുകൾ ഒട്ടനവധിയുണ്ട്. പ്രധാനമായും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇത് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായും അവരുടെ ലൈഫിൽ അതൊക്കെ അച്ചീവ് ചെയ്തതായും ഒരുപാട് തെളിവുകൾ ആളുകൾ അവരുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. സയന്റിഫിക്കലായിട്ട് ഒരു എവിഡൻസ് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഈ സൈക്കോളജിക്കലായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് തെളിവ് സയൻസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ നേരത്തെ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിലെ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞ 3 കാര്യങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, പോസിറ്റീവ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ. അതിനൊക്കെ നമുക്ക് തെളിവുകൾ ലഭിച്ചതും ശാരീരികമായ മാറ്റങ്ങളും ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. ഈ ലോ ഓഫ് അട്രാക്ഷന്റെ തെളിവ് എന്ന് പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് അനുഭവിച്ച് അവരുടെ അനുഭവം അവർ പബ്ലിക്കായി പറയുന്ന അത്തരം കാര്യങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആളുകൾക്ക് അത് ഇഷ്ടമാണ്, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്നത് കൊണ്ട് തന്നെ വരും വീഡിയോകളിൽ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ജീവിത വിജയത്തിന് സഹായിക്കുന്ന, നമ്മുടെ ഈ നിലവിലുള്ള സാഹചര്യം മാറിക്കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തെയും ചിന്തയും ഒക്കെ മാറ്റാൻ കഴിയുന്ന
അതിന് സഹായിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.